ഹേ ഓൾ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. അതായത് കാരമലൈസ്ഡ് പോപ്കോണിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു അരക്കപ്പോളം ചോളം എടുത്തിട്ടുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പറയാം ചോളപ്പൊരി എന്നാണ് പറയാറ്. അപ്പം ചോളം എടുത്തിട്ടുണ്ട്, അരക്കപ്പോളം മതിയാകും, അതന്നെ ധാരാളമായിട്ട് കിട്ടും. പിന്നെ ഒരു സോസ് പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇവിടെ ഞാൻ 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചോളം ഒന്ന് ചൂടായിട്ട് ഇതൊന്ന് വൈറ്റ് കളർ പോലെ ആയിട്ട് വരുമ്പോൾ വേഗം ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം തന്നെ ഇതൊന്ന് പൊട്ടി തുടങ്ങും. അപ്പോൾ പൊട്ടുമ്പോൾ എന്തായാലും തുറന്ന് വെച്ച് കൊടുക്കരുത്, മൊത്തത്തിൽ തെറിച്ച് പോവും. ഇതാ ഞാൻ ആദ്യം കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ചേർത്ത് കൊടുത്ത ഓയിൽ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മൊത്തത്തിൽ ഓയിൽ ആവുന്നുണ്ടെങ്കിൽ അത് മതിയാകും, ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ടേക്ക് ആക്കി കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടി ഉണ്ട്. ഇതാ ഇവിടെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ ആക്കുമ്പം പൊട്ടാണ്ട് 1-2 ബാക്കി ഉണ്ടെങ്കിൽ അതിനി നെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാനിതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ബൗളിലേക്ക്. ഇനി നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതപ്പോൾ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ ഫ്ലെയിം അത്യാവശ്യം നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളതും. പഞ്ചസാര മെൽറ്റായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പോപ്കോൺ ആഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള കാരമലൈസ്ഡ് പോപ്കോൺ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്ലോപ്പൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.